കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ഗസ്റ്റ് എന്താ പറയുക, ഒരു സർപ്രൈസാണ്. കാര്യം ആളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. മാത്രമല്ല നമ്മുടെ ചാനലുകളിലൂടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം പത്മപ്രിയ എന്നാണ് നമ്മുടെ മോളുടെ പേര്. മോളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും മോളുടെ ആ ഒരു ശബ്ദത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ പത്മപ്രിയ കുട്ടി, ഹലോ, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് പത്മപ്രിയ കുട്ടിക്ക് സ്വാഗതം ചെയ്യാണ്. ഓക്കെ അല്ലേ? ഇന്ന് പത്മപ്രിയ കുട്ടി നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ് അല്ലേ. പത്മപ്രിയയുടെ ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളും, നല്ലൊരു പാട്ടുകാരിയാണല്ലോ എന്തായാലും. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു പാട്ടോടുകൂടിയൊക്കെ നമുക്ക് തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം ഞാൻ. ഒരു പാട്ടിനോട് നമുക്ക് തുടങ്ങിയാലോ, ഒരു 4 വരി പാടാം അല്ലേ. ഓക്കെ, ആ ഒരു പാട്ട് കൂടി പോരട്ടെ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ കീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ കീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഓ, അടിപൊളി അടിപൊളി കേട്ടോ, അടിപൊളിയായിട്ട് പാടി മോള് കേട്ടോ. ഓക്കെ, മോള് എന്തായാലും ഈ ഒരു പാട്ടൊക്കെ പാടിയപ്പം തന്നെ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാം മനസ്സിലായി കാണും മോള് ആരാണെന്നും എന്താണെന്നൊക്കെ. ബാക്കി നമുക്ക് മോളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് മറ്റൊരുത്തർ പറഞ്ഞു കൊടുക്കണ്ടേ? ഓക്കെ, അപ്പോൾ മോളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. മോളുടെ പേരെന്താണ്, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എവിടെയാണ് താമസിക്കുന്നത്, എല്ലാം പറഞ്ഞു. എന്റെ പേര് പത്മപ്രിയ, ഞാൻ കൊല്ലം തങ്കശ്ശേരിയിൽ താമസിക്കുന്നു. എന്റെ സ്കൂളിന്റെ പേര് ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ, തങ്കശ്ശേരി, കൊയിലോൺ. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സ്കൂളിലൊക്കെ എങ്ങനെ, അടിപൊളിയാണോ? അടിപൊളിയാണ്. എന്താണ് അടിപൊളിയാണ്? ഒരു 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 ഫുൾ സ്റ്റോപ്പ്. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായോണ്ടാണ് എനിക്ക് നല്ല സന്തോഷമായിരിക്കുന്നത്. ഓ, ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? അതാരാ? ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ അഷ്മിത എ. അഷ്മിത എ. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എങ്കിൽ ആകെ പ്രശ്നത്തിലാവും ഇപ്പം. അതാണ് മോടെ അവസ്ഥ അല്ലേ? ഞങ്ങൾ LKG അഡ്മിഷൻ എടുത്ത തൊട്ടേ നമ്മള് ഫ്രണ്ട്സാ. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവറാ. എങ്ങനെയാണ് ഈ ബെസ്റ്റ് ഫ്രണ്ട് ആയത്? സ്കൂളിൽ വെച്ചാണോ ബെസ്റ്റ് ഫ്രണ്ട് ആയത്? സ്കൂളിൽ വെച്ചാ. എങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയത്? എന്റെ LKGയിലെ ഫസ്റ്റ് ഡേ ആയിരുന്നപ്പോ ഞാനും അവളും കൂടെ ഫസ്റ്റ് ബെഞ്ചിൽ ഒരുമിച്ചായിരുന്നു. അപ്പൊ അമ്മ എന്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. പഠിക്കാനോ? അല്ല, ജസ്റ്റ് പാരന്റ്സിനോടും കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ പിള്ളേരെ കിടന്ന് കരയൂലേ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അമ്മ എന്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, മോളുടെ പേരൊക്കെ ചോദിക്ക്, അമ്മ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പേരൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ സെക്കൻഡിൽ എന്റെ ഡിവിഷൻ മാറ്റാൻ നോക്കിയപ്പോ കിടന്ന് കരഞ്ഞ ഞാനാ. ഇപ്പം തീരുമാനം? ഇപ്പം ഞങ്ങള് രണ്ടുപേരും എല്ലാ സ്റ്റാൻഡേർഡിലും ഒരുമിച്ച് പഠിക്കണമെന്നാണ് ഇപ്പം അമലാൻറ്റി പറഞ്ഞത്. ഞങ്ങളുടെ സ്കൂളില് എനിക്കറിയാവുന്ന ഒരു ആന്റിയാണ് അമലാൻറ്റി. ഓ, അമലാൻറ്റിക്ക് ഒരു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത്രയും അങ്ങ് ഹൃദയത്തിൽ തട്ടി, നിങ്ങളെ പിരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഇനി 1 മുതൽ അങ്ങോട്ട് തുടർച്ച എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കണം എന്ന് തീരുമാനിച്ചത് അല്ലേ? ഓക്കെ, ഇതൊക്കെ അഷ്മിത അറിയുന്നുണ്ടോ? അഷ്മിത അറിയുന്നുണ്ട്. അഷ്മിതയും പറയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ? അതോ ഇയാൾ മാത്രമേ പറയുന്നുള്ളൂ? അശ്വതിയും പറയുന്നുണ്ടല്ലേ? ഓക്കെ മോളെ, അതാണ് ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര സങ്കടമാണ് വേർപിരിക്കാനായിട്ട് അല്ലേ? നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ഒരു ആത്മസംതൃപ്തി കൂടുകയാണ് ചെയ്യുന്നത്, ഒരു അടുപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടോ? വീട്ടില് ചേച്ചിയാണെങ്കിൽ ഞാൻ പറയുന്ന കളിയും കളിക്കത്തില്ല, അങ്ങനെ ബോറടിച്ചിരിക്കുമ്പോ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയ അവള് ഞാൻ എല്ലാം ചെയ്യും, അവള് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്യും, ഞാൻ പറയുന്ന അവളെല്ലാം ചെയ്യും. ആര് ചെയ്യും? അശ്മിത ചെയ്യും. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്കൂളിലൊന്നും പോകണ്ടാത്ത ഒരു ദിവസം വരുവാണെങ്കിൽ എന്ത് ചെയ്യും? എങ്ങനെയായിരിക്കും മോടെ അവസ്ഥ? ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ സ്കൂളിൽ പോവാതിരിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമാണ്. അവളൊക്കെ സ്കൂളിൽ പോയിരുന്നു പഠിക്കുമ്പോ എനിക്ക് അവളെ ഒന്ന് കാണാൻ പോലും ഒക്കാത്തൊരു എനിക്ക് വയ്യ.
ഇതാണ് നമ്മൾ പറയുന്ന ഒരു 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവരുടെ ആ ഒരു സ്നേഹം നമ്മൾ എന്താ പറയാ, നമുക്ക് പറയാൻ വാക്കുകളില്ല. ഓക്കെ മോളെ, അത് അങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ. ഓക്കെ ഓക്കെ മോളെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, ഞാനുണ്ട്. അടിപൊളി കുടുംബമാണല്ലോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹം കിട്ടുമല്ലോ. മോളെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ് ഇത്രയും പേരുള്ളതിൽ? അതെന്റെ അപ്പൂപ്പനാ. എന്റെ അപ്പൂപ്പനെ ഞാൻ ഇട്ട പേരാ കേക്ക്. ഓ, പേര് വേണമെന്ന് അറിയാവോ? അപ്പൊ മോൾ എല്ലാവർക്കും പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? അത് അവരറിഞ്ഞോ? അറിയും. എന്താ അപ്പൂപ്പന്റെ പേര്? കേക്ക്. അതെന്താണ്? അപ്പൂപ്പൻ കുമ്പേലി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്വന്തം വീട്ടില് ഭയങ്കരമായിട്ട് കൃഷി ചെയ്യും. അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കേക്ക് എപ്പോഴും കൃഷി ചെയ്യാൻ പോകുമ്പോ ദേവചേച്ചിയാണ് കേക്ക് എന്ന് പേരിട്ടത്. പക്ഷെ ഞാൻ ഫുൾ ഫോം ഉണ്ടാക്കി. എന്താണ്? കുമ്പേലി കൃഷിക്കാരൻ. എനിക്ക് വയ്യ. ഇതൊക്കെ അപ്പൂപ്പൻ സമ്മതിച്ചു. അപ്പൂപ്പന് ഇഷ്ടമായോ? ഇഷ്ടമായി. ഓക്കെ. പിന്നെ അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഇന്ന് എക്സാം ഡ്യൂട്ടിക്ക് പോയി. ടീച്ചറല്ല, ഡോക്ടറാ. ഓ, ഡോക്ടറാണല്ലേ. അച്ഛൻ AGM ആണ്. ഓക്കെ. പിന്നെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒക്കെ വീട്ടിലാണോ? മോളെ നോക്കിയൊക്കെ നിൽക്കുകയാണോ? അപ്പൂപ്പൻ പെൻഷന് പോവും. അമ്മൂമ്മ പെൻഷന് പോവോ? അപ്പൂപ്പൻ പെൻഷൻ എടുക്കാൻ പോവും. എന്നിട്ട് അമ്മൂമ്മ പേഷ്യൻസിനെ നോക്കാൻ പോകും. ബിക്കോസ് അമ്മൂമ്മയും ഡോക്ടറാണല്ലോ. ഓ, അടിപൊളി. അപ്പം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മോൾ എങ്ങും പോകണ്ട അല്ലേ? അപ്പൊ ബെസ്റ്റ് ഫ്രണ്ടിനെയൊക്കെ അങ്ങോട്ടങ്ങ് വിളിക്കും പനിയൊക്കെ വന്നാൽ? ഇല്ല. അയ്യോ, അതെന്താ? ബെസ്റ്റ് ഫ്രണ്ട് ഇരുപുരത്തായോണ്ട് കഷ്ടപ്പാടാ ഭയങ്കരമായിട്ട് വരാൻ. ഇല്ല, ഫ്രണ്ട്ഷിപ്പിന് നമുക്ക് കഷ്ടപ്പാടുന്നൊരു വാക്കില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഫ്രണ്ടിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവണം. ഒരു ദിവസം വന്നിട്ടുണ്ട്, അല്ല 2 ദിവസം വന്നിട്ടുണ്ട് സ്റ്റേക്ക്. പിന്നെന്താ വേണം? അതുപോരെ, സ്റ്റേ ചെയ്തില്ലേ ഒന്ന്? അങ്ങോട്ട് പോയോ? അങ്ങോട്ട് ഇനി പോവാനാണ് ആഗ്രഹം. അതൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ലൊരു പാട്ടുകാരിയാണ്. എനിക്ക് തോന്നുന്നു എന്തോ ഓഡിഷനൊക്കെ പോയെന്ന് ഇങ്ങനെ ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലേ? ഏതിനായിരുന്നു? ഓർക്കസ്ട്ര പോയതോ? ഓഡിഷനൊക്കെ പോയില്ലേ? ഏതിനായിരുന്നു? അത് അഞ്ജനക്കണ്ണേതിക്കോ? അത് പാട്ടല്ലേ? പാട്ട് പാടാന് അഞ്ജനക്കണ്ണേതി, സെമി ക്ലാസിക്കൽ, പിന്നെ ഫാസ്റ്റ് അയല പൊരിച്ചതുണ്ട്. പിന്നെ അയല പൊരിച്ച് നമ്മള് ആഹാരമൊക്കെ കഴിച്ചപ്പോഴത്തേന് അടുത്ത പാട്ടൊക്കെ മറന്നുപോയി അല്ലേ? അല്ല, പിന്നീട് വേറെ ഉജ്ജയിനിയിലെ ഗായിക അതാണോ? അല്ലേ? അതല്ലേ? അതല്ല, വേറെ അയല അഞ്ജനക്കണ്ണേതി. ഓക്കെ. ആട്ടെ, ഇത് എവിടെയാ പോയത്? പാട്ടിന്റെ ലിസ്റ്റല്ലേ പറഞ്ഞോളൂ. എവിടെയാണ് പോയതെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ എറണാകുളത്താ പോയത്. അതെ, എന്തോത്തിന്റെ ഓഡിഷനാണ് പോയത്? ഞാൻ പാട്ടിന്റെ ഓഡിഷനാ പോയത്. അത് തന്നെ മോളെ. ഇപ്പം ഒരുപാട് പരിപാടികളുണ്ടല്ലോ TV ഷോസിൽ. സ്റ്റാർ സിംഗർ ഉണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ടല്ലോ. മോൾ ഇതിനാ പോയത്? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഫീലിംഗ് ഒക്കെ? ഫീലിംഗ് ഗുഡ് ആയിരുന്നു. പക്ഷെ റോൾ നമ്പർ വിളിച്ചത് രാത്രിയായി പോയി. അയ്യോ, അതുകൊണ്ട് വിഷമാണോ? വിഷമായോ? ടയർഡായി പോയി. ആണല്ലേ? അയ്യടാ. എന്നാലും മോടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ പറ. ഒരു കുട്ടിയുടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ്. നമുക്ക് ഇനി വലിയ അണ്ണന്മാരും ചേച്ചിമാരും ഒക്കെ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ അവർക്കൊരു ഇതാവണ്ടേ, എന്താ ഒരു പ്രചോദനം ഒക്കെ ആവണ്ടേ? അപ്പൊ മോള് പറഞ്ഞുകൊടു, മോടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കൂ. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ടെൻഷനൊക്കെ ഇച്ചിരി ഉണ്ടായിരുന്നു. ഓക്കെ. ആരാ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നെ പാടാനായിട്ട്? അമ്മൂമ്മയാണോ? അമ്മൂമ്മ പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പണ്ട് പാടുവായിരുന്നു. ഇപ്പം പാടില്ല. ഇപ്പൊ പാടില്ല. വേർഡ്സ് ഒക്കെ പറഞ്ഞുതരും. അപ്പൊ അമ്മൂമ്മ വേർഡ്സ് ഒക്കെ പഠിപ്പിക്കും. ട്യൂണൊക്കെ ആര് പറഞ്ഞുതരും? ട്യൂണൊക്കെ ഞാൻ പാട്ടിനകത്ത് കേട്ട് പഠിക്കും. ഒക്കെ തന്നെ പഠിക്കും. പഠിക്കാൻ മടിയൊന്നുമില്ല. പോയി പാട്ട് പടി അങ്ങനൊന്നും ആരും പറയത്തില്ല. വെരി ഗുഡ്. ഒക്കെ സ്വന്തമാണ് എല്ലാം അല്ലേ? പക്ഷെ എനിക്ക് ഒരേ ഒരു സങ്കടമുള്ള ഒരു സാധനമേ ഉള്ളൂ. അതെന്താണ്? പറയൂ. എന്റെ ബ്രദർ ഇപ്പൊ ഇവിടെ ഇല്ല. എവിടെയാണ്? കാനഡയിലാ. അത് സങ്കടം എന്തിനാ? അടുത്തില്ലാത്തതുണ്ടോ? അല്ല, അവൻ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു. എന്റെ ക്ലാസ്സിലെ ബോയ്സ് ആണ് എന്റെ കാലിലേക്ക് ബെഞ്ച് തള്ളിയിട്ടത്. ക്ലാസ്സിലെ ബോയ്സ് ആണോ ബെഞ്ചൊക്കെ തള്ളിയിടുന്നേ കാലേ? അതൊക്കെ ടീച്ചേഴ്സ് അറിയുന്നുണ്ടോ? അറിയുന്നില്ല. അതെന്തേ? അങ്ങനെ അറിയപ്പെടുന്ന കാര്യമില്ല. നമ്മള് സഹിക്കുക. അത് ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള രീതി കളയല്ലേ? സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ
ഇടിച്ച് പൂസാക്കിയാനെ ഇല്ലയോ? സിദ്ധി എന്നാണോ പേര് കസിന്റെ? ആ ബ്രദർ അല്ലേ? ആ ഓക്കെ. അപ്പം ബ്രദർ ഇപ്പം ചിലപ്പോ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ സത്യാവസ്ഥകൾ മൊത്തം അറിയും. ബ്രദർ ഇപ്പൊ ഇവിടെ കൊല്ലം തങ്കശ്ശേരിയില് അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതല്ല, ഈ ബെഞ്ച് തട്ടിയിട്ടൊക്കെ ബ്രദർ ഇപ്പൊ അറിയും ഈ പ്രോഗ്രാമിലൂടെ അല്ലേ? അപ്പൊ ഭയങ്കര പവർ ആയിരിക്കുമല്ലോ എന്റെ റിയാക്ഷൻ ഒക്കെ അല്ലേ? ഞാൻ ഒരു ദിവസം ക്ലീനിങ്, ഞങ്ങളുടെ വീട്ടില് ഡീപ് ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ എനിക്ക് വീഡിയോ കോള് ചെയ്തു തന്നു അവന്. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, സിദ്ധി നീ ഒന്ന് ഇവിടെ വരണം. അവൻ ചോദിച്ചു കാനഡയിൽ നിന്ന് കൊല്ലത്തേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എന്താ അറിയാ, സിദ്ധി ഇവിടെ ഭയങ്കര ഒടുക്കത്തെ നാശവാ. ഈ ക്ലാസ്സിലെ ബെഞ്ചൊക്കെ തള്ളിയിടുന്നത് എന്തോ ചെയ്യാനാണെന്ന്, ഒരു കാലം മുറിവിലാണ് ഇടുന്നത് എന്ന് പറയപ്പോഴത്തേക്കും അവൻ ഞാൻ ടീച്ചറെടുത്ത് അവിടേക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ഒരേ ഒരു ചോദ്യമേ ചോദിച്ചു. അതെന്താണ് ചോദിച്ചത്? നിനക്ക് കരാട്ടെ അറിയാവോട് എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറഞ്ഞ എന്താ അറിയാ, കരാട്ടെ ഒക്കെ ഞാൻ ഓൾറെഡി പഠിച്ചല്ലോ. ആളിനെ അങ്ങ് തന്നാ മതി അല്ലേ? ആ പ്രതി കഴിഞ്ഞ് കാണിച്ചു തന്നാ മതി. നമ്മള് സെറ്റ് ആയിക്കോളാം. നമ്മുടെ ക്ലാസ്സിലൊരു പ്രാന്തനുണ്ട്. അയ്യോ, മിസ് അത് വേറെ ക്ലാസ്സില് സംസാരിക്കാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പോവും. ഇത് ആടം കേക്കും. എന്നിട്ട് ആളെ തുള്ളി കളിക്കും. അത് ഞാൻ സ്റ്റോപ്പ് ദാറ്റ് എന്ന് പറഞ്ഞാൽ കേക്കത്തില്ല. ചിലപ്പോ മിസ്സിന്റെ പണിഷ്മെന്റ് കാരണം അവനെ ലാസ്റ്റ് ബെഞ്ചിൽ ഇരുത്തും. അപ്പം അവിടെ നിന്നും അവന് ജോക്കറെ പോലെ ജോല. പുള്ളി ആകെ പ്രശ്നമാണല്ലേ? അപ്പൊ റിപ്പോർട്ട് ചെയ്തോ സാറിന്റെ അടുത്ത്? സാറിന്റെ അടുത്ത് അല്ല, മിസ്സിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു. മിസ് ഭയങ്കര ദേഷ്യവാ. അവനായിട്ട് അടിക്കും, പീഡിക്കും, കുടിക്കും. എന്താന്നറിയാവോ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മോറൽ സയൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അവൻ മോറൽ സയൻസുകാരനാ. പക്ഷെ മിസ് പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ ഫസ്റ്റ് ഡേയിലെ മോറൽ സയൻസ് പിള്ളേർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു. അപ്പം അവര് അവന്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു. അവന്റെ ബെഞ്ചിലുള്ളവരെല്ലാരും കാറ്റഗറിസും, അവൻ മാത്രം മോറൽ സയൻസും. അവസാനം എയിലെ ഫുള്ള് ബോയ്സ് അവന്റെ സൈഡിലേക്ക് ഇരുന്നു. എന്നിട്ട് അവനെ മിസ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഗേൾസിന്റെ സൈഡിലെ ബാക്ക് ബെഞ്ചിൽ പോയപ്പോഴത്തേക്കും അവനെ ആ ഫസ്റ്റ് എയിലെ പിള്ളേരുടെ അടുക്കെ കാണിച്ചിട്ട് അപ്പൊ ഞാൻ മിസ് ആഡം ഇസ് പ്ലേയിങ് ആൻഡ് ഡാൻസിങ് വിത്ത് ദി ഫസ്റ്റ് ഡേ സ്റ്റുഡൻസ്. അപ്പൊ മിസ് തല്ലിയോ? മിസ് തല്ലി. അപ്പൊ നിങ്ങൾക്കെല്ലാം ഹാപ്പി ആയില്ലേ? അല്ലേ? അവൻ തല്ലിയപ്പോഴത്തേക്കും അവൻ തല്ലിയ ഉടനെ അവൻ ചിരിക്കും. അങ്ങനെയുള്ളൊരു മോഡലായിരുന്നു. ഓക്കെ, എന്തായാലും അതൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ പോട്ടെ അല്ലേ? ഞാൻ ഒരു ക്ലാസ് മൈൻഡ് ചെയ്തോണ്ടിരുന്നപ്പോ അവനെ ഞാൻ എല്ലാരും പോയിട്ട് അവസാനം ജനഗണമനയൊക്കെ കഴിയാറായപ്പോ അവനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു കീപ് ക്വൈറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ എന്താ അറിയാ, ഞെട്ടിപ്പോവും. അയ്യോ, പറഞ്ഞ എന്താ അറിയാ, ഞങ്ങൾ സംസാരിച്ചോട്ടെ, അതിന് നിങ്ങൾക്ക് എന്തോ വേണം എന്ന് ചോദിച്ചു പുള്ളി. പുള്ളിയുടെ കാര്യം ഞാൻ ചെന്ന് മിസ്സിന്റെ അടുക്കെ പറഞ്ഞു. മിസ്സും അപ്പത്തെ ഏയിലെ ക്ലാസ്സിലെ മിസ് ഹണി മിസ് എന്നാ ആ ഏയിലെ ക്ലാസ്സിലെ മിസ്, ആ മിസ്സും കൂടെ ചിരിച്ചു മറിഞ്ഞു. അപ്പൊ ചിരിക്കാനുള്ളൊരു പുള്ളിയായിരുന്നു അത് അല്ലയോ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ രസകരമായിട്ടൊക്കെ മോടെ വിശേഷങ്ങൾ അങ്ങനെ പോവാണ്. അതിരിക്കട്ടെ, മോടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? എന്റെ ഫ്യൂച്ചർ പ്ലാൻ, ഞാൻ ഒരു ഡോക്ടറെ പഠിപ്പിക്കുന്ന പ്രൊഫസർ ആവാനാണ് എന്റെ ആഗ്രഹം. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നല്ലൊരു ആഗ്രഹമാണ്. ഒപ്പം അതിന്റെ കൂടെ തന്നെ നമ്മൾ നല്ലൊരു സിംഗർ കൂടി ആവണം. എന്റെ ഫ്യൂച്ചർ പ്ലാൻ വേറെയും കൂടെ ഉണ്ട്. ഞാനേ ഈ ലോകത്തെ പ്രസിഡന്റും കൂടെ ആയിട്ടേ ഞാൻ ലോകത്തെ എല്ലാ ജോലിയും ചെയ്യും. ഒരു ദിവസം കളക്ടർ, ഒരു ദിവസം ഡോക്ടർ, ഒരു ദിവസം പ്രസിഡന്റ്. എനിക്ക് വയ്യ ദൈവമേ, എനിക്കങ്ങ് ഞാൻ ഹർഷപുളകിതനായിപ്പോയി കേട്ടോ ഇത് കേട്ടപ്പം. ഓക്കെ മോൾ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കാമല്ലോ. നമ്മളെ ഓർക്കും അന്നേരം. ഓർക്കും.
ഓർക്കുമല്ലോ. എന്തായിരിക്കും ഓർക്കുന്നത്? എങ്ങനെ ഓർക്കുന്നേ? പണ്ട് ഞാൻ റേഡിയോ പെൻസിലിൽ പോയിരുന്നു, ഭയങ്കര ഫണ്ണിയായിരുന്നു, ഓർക്കും. അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ മോളെ, അപ്പൊ മോടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഉയർന്നൊരു വലിയൊരാളായി മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാട്ട് നാലുകൂടെ കേട്ടാലോ? ഓക്കെ ഓക്കെ, വരട്ടെ. ചാർത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു, മണവാളാനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർ മാല കോർത്തിരുന്നു. വെരി ഗുഡ് മോളെ. ഒന്നും പറയാനില്ല കേട്ടോ. എനിക്ക് ദൈവം തൊട്ട് തലോടും എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ മോളെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പാടുക. മ്യൂസിക് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ആരാണ് പഠിപ്പിക്കുന്നത്? അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് മോള് പാട്ടൊക്കെ പഠിച്ച് നല്ല 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 ഉയർന്ന ഒരു പാട്ടുകാരി ആവണം. അതുപോലെ തന്നെ മോള് നേരത്തെ പറഞ്ഞ കുറേ ജോബ് പറഞ്ഞു അല്ലേ, അതെല്ലാം ആ ആഗ്രഹങ്ങളെല്ലാം സാധൂകരിക്കട്ടെ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.